നമസ്കാരം. മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ജൂൺ 27 ശനി പ്രദോഷമാണ്. മഹാദേവന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് പ്രദോഷം എന്ന് പറയുന്നത്. ദോഷത്തെ ഇല്ലാതാക്കുക എന്നതാണ് പ്രദോഷം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ദിവസം ഭക്തിയോടെ വ്രതമനുഷ്ഠിച്ചാൽ സന്താന സൗഭാഗ്യം, ദാരിദ്ര്യ ദുഃഖ ശമനം, ആയുരാരോഗ്യം, പാപമുക്തി, ഐശ്വര്യം, സൽകീർത്തി എന്നിവയെല്ലാമാണ് ഫലം. വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർക്ക് പ്രദോഷ ദിവസം ക്ഷേത്ര ദർശനം നടത്തി അവരവരുടെ കഴിവിനനുസരിച്ചുള്ള വഴിപാടുകൾ നടത്താവുന്നതാണ്. എല്ലാ മാസവും 2 പ്രദോഷമാണ് വരാറുള്ളത്, കറുത്ത പക്ഷത്തിലും വെളുത്ത പക്ഷത്തിലും. 2 പ്രദോഷത്തിലും വ്രതം അനുഷ്ഠിക്കാമെന്നുണ്ടെങ്കിലും മാസത്തിൽ വരുന്ന ഏതെങ്കിലും ഒരു പ്രദോഷ വ്രതമെങ്കിലും അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ്. കൂടുതൽ പേരും കറുത്ത പക്ഷത്തിലെ പ്രദോഷ വ്രതമാണ് അനുഷ്ഠിക്കാറുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനലിൽ മെമ്പേഴ്സ് ആകാൻ ആഗ്രഹമുള്ളവർക്ക് ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്ത് മെമ്പേഴ്സ് ആകാവുന്നതാണ്. മെമ്പേഴ്സിന് ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നതാണ്. എല്ലാ മാസവും വരുന്ന പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നതിനേക്കാൾ ഇരട്ടി ഫലം നൽകുന്നതാണ് ശനി പ്രദോഷം. ഈ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തി പ്രദോഷ പൂജയിൽ പങ്കെടുത്താൽ 5 വർഷം തുടർച്ചയായി ശിവക്ഷേത്ര ദർശനം നടത്തിയ ഫലം, അനേകം പ്രദോഷവ്രതം അനുഷ്ഠിച്ച ഫലം എന്നിവ സിദ്ധിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഈ 27 ശനിയാഴ്ച വരുന്നത് വെളുത്ത പക്ഷത്തിലെ ശനി പ്രദോഷമാണ്. എല്ലാ പുണ്യ പ്രവൃത്തികൾക്കും ഉത്തമമായ ദിവസം കൂടിയാണിത്. സന്തതിക്കും യശസ്സിനും ധനത്തിനും സന്തതം ശോഭനം പ്രദോഷികം വ്രതം എന്നാണ് ശിവപുരാണത്തിൽ പറയുന്നത്. ശിവപാർവതിമാർ വളരെ സന്തുഷ്ടരായിരിക്കുന്ന പ്രദോഷ സന്ധ്യയിൽ ശിവഭജനം നടത്തുന്നതും പൂവള ഇല കൊണ്ട് അർച്ചന നടത്തുന്നത് കൊണ്ടും സന്താന ഭാഗ്യം, സന്താന ലാഭം, ആയുരാരോഗ്യം, സന്തുഷ്ട കുടുംബജീവിതം ഇവയൊക്കെ തന്നെ ലഭിക്കുന്നതായിരിക്കും. എങ്ങനെയാണ് പ്രദോഷ വ്രതം അനുഷ്ഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, പ്രദോഷത്തിന്റെ തലേ ദിവസം മുതൽ വ്രതം ആരംഭിക്കണം. തലേന്ന് ഒരിക്കലാണ് പ്രദോഷ ദിവസം രാവിലെ സൂര്യോദയത്തിന് മുൻപ് തന്നെ ഉണർന്ന് കുളിച്ച് നമ്മുടെ വീട്ടിലെ നിലവിളക്ക് ആദ്യം തന്നെ കൊളുത്തി പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാവുന്നതാണ്. അതിനുശേഷം വീടിനടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തി അവിടെ പൂവളയില കൊണ്ട് ഭഗവാന് അർച്ചന, പൂവളമാല സമർപ്പിക്കുക, പിൻവിളക്ക്, ജലധാര എന്നിവയൊക്കെ നടത്താവുന്നതാണ്. പകൽ മുഴുവൻ ഉപവാസമാണ് ഏറ്റവും ഉത്തമം. അതിന് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് നേദ്യച്ചോറ്, വെള്ളച്ചോറ് എന്ന് പറഞ്ഞ് കിട്ടും, അത് വാങ്ങി കഴിക്കാവുന്നതാണ്. ഉച്ചയ്ക്ക് ചോറ് കഴിക്കാത്തവരാണെങ്കിൽ ഉച്ചയ്ക്ക് ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിച്ചിട്ട് സന്ധ്യയ്ക്ക് മുൻപായി വീണ്ടും കുളിച്ച് ശിവക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി അവിടെ കരിക്ക്, പഴം ഒക്കെ വാങ്ങി ഭഗവാന് നേദിച്ചതിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ്. അവലും മലരും ഒക്കെ തന്നെ ഭഗവാന് നേദിച്ച് കഴിക്കാറുണ്ട് പ്രദോഷ വ്രതം അനുഷ്ഠിക്കുമ്പോൾ. ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കില്ല എന്നുള്ളവരാണെങ്കിൽ വീട്ടിൽ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി അതിന് മുന്നിലായിട്ട് വിളക്കിനടുത്തായിട്ട് ഫ്രൂട്ട്സും അതുപോലെ കരിക്കും ഒക്കെ സമർപ്പിച്ച് ഭഗവാന്റെ നാമങ്ങളൊക്കെ ചൊല്ലിയതിനു ശേഷം അത് കഴിക്കാവുന്നതാണ്. ഏതൊക്കെ നാമങ്ങൾ ഈ ദിവസം ചൊല്ലാമെന്ന് പറഞ്ഞാൽ, പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലാവുന്നതാണ്. ശിവസഹസ്രനാമം ചൊല്ലാൻ അറിയാവുന്നവർക്ക് അതും ചൊല്ലാം. ശിവാഷ്ടകം, ബില്വാഷ്ടകം, അങ്ങനെ നമുക്ക് ശിവഭഗവാന്റെ നാമങ്ങൾ അറിയാവുന്നതെല്ലാം തന്നെ ഈ ഒരു ദിവസം ചൊല്ലാവുന്നതാണ്. ശിവപാർവതിമാരുടെ അനുഗ്രഹം ലഭിക്കുന്നതിന് ഓം ഹ്രീം നമ ശിവായ എന്നും ചൊല്ലാവുന്നതാണ്. ഈ ശനി പ്രദോഷത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ സഫലമാകുന്നതിന്, ഏതൊരു തരത്തിലുള്ള കഷ്ടപ്പാടുകളാണെങ്കിലും അതൊക്കെ തന്നെ മാറിക്കിട്ടുന്നതിന് ചെയ്യേണ്ട ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വഴിപാടിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഇതെപ്പോൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ, പ്രദോഷ സന്ധ്യയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പ്രദോഷ സന്ധ്യ എന്ന് പറയുമ്പോൾ സൂര്യാസ്തമയത്തിന് മുൻപുള്ള 1.5 മണിക്കൂറും സൂര്യൻ അസ്തമിച്ചതിന് ശേഷമുള്ള 1.5 മണിക്കൂറുമാണ്. ഇനിയിപ്പോൾ സന്ധ്യാസമയത്ത് ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവരാണെങ്കിൽ രാവിലെ ക്ഷേത്രത്തിൽ പോയി ഇത് ചെയ്യാവുന്നതാണ്. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് 27 കൂവള ഇലകളാണ്. കൂവളമരം ഉള്ളവർ ഇന്ന് തന്നെ 27 കൂവള ഇലകൾ പറിച്ചു വെക്കണം. കാരണം നാളെ പ്രദോഷ ദിവസമായതുകൊണ്ട് തന്നെ പ്രദോഷ ദിനത്തിൽ കൂവള ഇലകൾ മരത്തിൽ നിന്നും പറിക്കാൻ പാടില്ല. അപ്പോൾ വാങ്ങിയാണ് നമ്മൾ ഭഗവാന് സമർപ്പിക്കുന്നതെങ്കിൽ നാളെ വാങ്ങാം, കുഴപ്പമൊന്നുമില്ല. മരത്തിൽ നിന്ന് നാളെ പറിക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ രാവിലെയാണ് നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്നതെങ്കിൽ രാവിലെ പോകാം.
അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് പ്രദോഷ സന്ധ്യയ്ക്ക് പോയി ആ 27 കൂവള ഇലകൾ ഭഗവാന് നമ്മൾ സമർപ്പിക്കുന്നതിന് മുൻപ് ഒരു വാഴയിലയിലോ അല്ലെങ്കിൽ ഒരു തട്ടത്തിലോ ഒക്കെ വെച്ച് സമർപ്പിക്കാവുന്നതാണ്. അത് സമർപ്പിക്കുന്നതിന് മുൻപ് ചൊല്ലേണ്ട നാമം എന്ന് പറയുന്നത് ഓം ഹം ശിവായ നമ. ഓം ഹം ശിവായ നമ. ഇത് 3 തവണ മാത്രം ഭഗവാനെ നോക്കി നമ്മൾ ആ ഒരു നാമം ചൊല്ലുക. അതിനുശേഷം അതവിടെ സമർപ്പിക്കുക. എന്താണോ നമ്മുടെ കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ എന്താണോ നമ്മുടെ പ്രാർത്ഥന അത് ഭഗവാനോട് സാധിച്ചു നൽകണം. നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ മാറിക്കിട്ടണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അതിനുശേഷം തിരിച്ചു വീട്ടിലേക്ക് വരാവുന്നതാണ്. നാളെ സാധിക്കുന്നവരൊക്കെ തന്നെ ഇത് ചെയ്യാൻ ശ്രമിക്കുക. ശിവക്ഷേത്രത്തിൽ പോയി ചെയ്യുന്നതിനാണ് ഫലം കൂടുതൽ. ഇനിയിപ്പോൾ ശിവക്ഷേത്രം വീടിന് അടുത്തില്ല, വളരെ ദൂരെയാണ്, പോകാൻ സാധിക്കില്ല എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ 27 കൂവളയില കയ്യിലെടുത്ത് നമ്മുടെ വീട്ടിൽ ശിവഭഗവാന്റെ ഫോട്ടോയോ ശിവലിംഗമോ ഉണ്ടെങ്കിൽ ആ ശിവലിംഗത്തിനോ അല്ലെങ്കിൽ ഫോട്ടോയ്ക്കോ ആ 27 കൂവള ഇലകൾ സമർപ്പിക്കുന്നതിന് മുൻപായി ഈ ഒരു നാമം 3 തവണ ചൊല്ലുക. എന്നിട്ടത് സമർപ്പിക്കാവുന്നതാണ്. ശിവ ഫോട്ടോയും ഇല്ല, ശിവലിംഗവും ഇല്ല എന്നുണ്ടെങ്കിൽ നിലവിളക്ക് 5 തിരിയിട്ട് കൊളുത്തി, നിലവിളക്ക് കൊളുത്തുമ്പോൾ നല്ലെണ്ണ ഒഴിക്കാൻ ശ്രമിക്കുക. നല്ലെണ്ണ ഒഴിച്ച് 5 തിരിയിട്ട് നിലവിളക്ക് കൊളുത്തി ഭഗവാനോട് പ്രാർത്ഥിച്ച് ആ നിലവിളക്കിന് ചുവട്ടിലായിട്ട് ഈ 27 കൂവള ഇലകളും സമർപ്പിക്കാവുന്നതാണ്. ക്ഷേത്രത്തിൽ സമർപ്പിക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു പ്രാർത്ഥനയ്ക്ക് നല്ല ഫലം ലഭിക്കുന്നത്. അതുകൊണ്ട് ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നവർ തീർച്ചയായും ക്ഷേത്രത്തിൽ പോയി തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഒട്ടും സാധിക്കില്ല എന്നുണ്ടെങ്കിൽ മാത്രം വീട്ടിൽ പ്രദോഷ സന്ധ്യയിൽ ഇത് ചെയ്യാവുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ നാളത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നാളെ മൈത്രേയം മുഹൂർത്തവും ഒന്നിച്ചു വരുന്നു എന്നുള്ളതാണ്. ശനിയാഴ്ച ദിവസം കടങ്ങൾ തിരിച്ചടയ്ക്കുന്നത് വളരെ നല്ലതാണ്. അതിനോടൊപ്പം പ്രദോഷവും കൂടിയാണ്. നാളത്തെ മൈത്രേയ മുഹൂർത്ത സമയം എന്ന് പറയുന്നത് നാളെ വൈകുന്നേരം 3:33 മുതൽ 5:44 വരെയുള്ള സമയമാണ്. 3:33 PM to 5:44 PM ആണ് നാളത്തെ മൈത്രേയ മുഹൂർത്ത സമയം. ഈ ഒരു സമയത്ത് നമ്മുടെ കടങ്ങൾ അടച്ചു തീർക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനും വേണ്ടി ചെറിയൊരു തുക ഒരു കവറിലിട്ട് പ്രാർത്ഥിക്കാവുന്നതാണ്. ആദ്യം നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ ദേവതയോട് പ്രാർത്ഥിക്കുക. അതിനുശേഷം ഗണപതി ഭഗവാനോടും സുബ്രഹ്മണ്യ സ്വാമിയോടും പ്രാർത്ഥിച്ചുകൊണ്ട് വേണം കവറിലേക്ക് പൈസ എടുത്ത് വെക്കേണ്ടത്. ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നവർക്ക് ചെറിയൊരു എമൗണ്ട് ഓൺലൈനായിട്ടും ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.